നിങ്ങളാണിത്. ഈ സ്ഥാനത്ത് നിങ്ങളുടെ കുട്ടിയാണെന്ന് ചിന്തിക്കുക. ഈ സ്ഥാനത്ത് നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ ആണെന്ന് ചിന്തിക്കുക. എത്രത്തോളം പ്രയാസമായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരിക. എന്റെ മകൻ, എന്റെ കുട്ടി, അല്ലെങ്കിൽ എന്റെ സഹോദരൻ, എന്റെ സഹോദരി ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എത്രത്തോളം വേദനയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടിയാണ് ഈ കുഞ്ഞുമോന് കുപ്പത്തൊട്ടിയിൽ കൈയിട്ട് വരുന്നത്, ഈ മാലിന്യത്തിൽ കിടന്ന് വിരകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കണേ. നമുക്ക് എത്രയോ സൗഭാഗ്യങ്ങളാണ് പടച്ചോൻ തന്നത്, എത്രയോ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നൽകിയത്. നമ്മുടെ വയറ് പട്ടിണിക്ക് കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് വേദന അനുഭവിച്ചവരാണ്, ഒരുപാട് പ്രയാസങ്ങളും വിശപ്പും ഒക്കെ അനുഭവിച്ചവരാണ്. കൊറോണ സമയവും പ്രളയവും എല്ലാം നമ്മളെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല പലരിലും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കല്യാണ വീടുകളിൽ പോയാലും സൽക്കാരങ്ങളിലായാലും സ്വന്തം വീടുകളിലായാലും ഒരു പിടി ഭക്ഷണം പോലും നമ്മൾ വേസ്റ്റാക്കാതിരിക്കുക. കാരണം നമ്മുടെ ആ ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടി മാലിന്യങ്ങളില് കൈയിട്ട് വാരുന്ന ഒരുപാട് പിഞ്ചു മക്കളുണ്ട് ലോകത്ത്. ഒരുപാട് ഫലസ്തീനികളുണ്ട്. ഒരുപാട് തെരുവുകളിൽ ഒരുപാട് പൈതങ്ങൾ കൈനീട്ടി നമ്മുടെ മുന്നിൽ വരാറുണ്ട്. അവരെയൊക്കെ ഒന്ന് ചിന്തിക്കുക. അവരുടെ സ്ഥാനത്ത് എന്റെ കുട്ടിയാണെങ്കിൽ, എന്റെ സഹോദരനാണെങ്കിൽ, എന്റെ പിതാവാണെങ്കിൽ, എന്റെ മാതാവാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക. ഓരോ തരി ഭക്ഷണം കഴിക്കുമ്പോഴും അത് നൽകിയ സൃഷ്ടാവിനോട്, പടച്ചോനോട് അൽഹംദുലില്ലാഹ് പറയാനെങ്കിലും നമ്മൾ മനസ്സ് കാണിക്കണ്ടേ? കല്യാണ വീടുകളിൽ പോകുമ്പോൾ നമ്മൾ എത്രയോ ഭക്ഷണങ്ങളാണ് പാഴാക്കുന്നത്. സൽക്കാരങ്ങളിലും ബർത്ത്ഡേ പാർട്ടികളിലും കേക്ക് മുറിച്ചിട്ട് കൂട്ടുകാരന്റെയും കൂട്ടുകാരുടെയും മുഖത്ത് തേച്ച് ആസ്വാദനം കൊള്ളുന്നവര്, ആനന്ദ നൃത്തം ചവിട്ടുന്നവര് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു തരി ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എത്രത്തോളം പ്രയാസമായിരിക്കും. ഒരു ദിവസത്തെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എത്രത്തോളം പ്രയാസമായിരിക്കും. ആഴ്ചകളോളം മാസങ്ങളോളം ഫലസ്തീനിലെ മക്കൾ പട്ടിണിയല്ലേ? കേരളത്തിൽ നിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ യഥാർത്ഥ ജീവിതത്തിന്റെ മുഖങ്ങൾ ഒരിക്കലും അവർക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കുന്നില്ലല്ലോ. എത്രത്തോളം പ്രയാസപ്പെട്ടുകൊണ്ടാണ് ലോകത്തിൽ ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. വിശപ്പിന്റെ വിളി വന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, എത്രത്തോളം നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യൂലേ? ഏത് പണിക്ക് നമ്മൾ പോകൂലേ? ഏത് നെറികെട്ട പണിക്ക് നമ്മൾ പോകൂലേ? അതുകൊണ്ടല്ലേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്തുക്കളൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ദാരിദ്ര്യത്തെ നിങ്ങൾ ഭയക്കണമെന്ന്, ദാരിദ്ര്യം ഉണ്ടാകാതെ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കണമെന്ന്, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണമെന്ന്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മദീനയിൽ ചെന്നപ്പോ ലോകത്തിനോട് വിളംബരം ചെയ്ത രണ്ടാമത്തെ കാര്യം അത്ഇമുത് ത്വആം, നിങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാ. അവിടെ ജോസഫും ഇല്ല, അവിടെ ജോസഫിന് വ്യത്യാസമില്ല, അപ്പുക്കുട്ടനെന്ന് വ്യത്യാസമില്ല, തോമസ് എന്ന് വ്യത്യാസമില്ല. മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും ആർക്കായാലും വിശക്കുന്നവനാണോ വിശക്കുന്ന ജീവിയാണോ ഭക്ഷണം കൊടുക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ, ഒരിക്കലും വിശക്കുന്ന വയറുകളെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മറക്കരുത്. നമ്മളൊരു പിടി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാൽ ഭാഗമെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാക്കണം. കാരണം ജീവിക്കാനുള്ള സമ്പാദ്യമാണ് അള്ളാഹു നമ്മുടെ കൈകളിൽ നൽകിയിരിക്കുന്നത്. അത് പിടിച്ചു വെക്കാനുള്ളതല്ല, പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും നാം ഭക്ഷണം പാഴാക്കുകയോ നാം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പിടിയെങ്കിലും അവർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറെടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.